പാർട്ടി ഡെഫിനേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ നിർവചന പ്രകാരം ഈ സാധാരണ ജനങ്ങൾ അവര് ഈ ബഹുജനം എന്ന് പറയുന്ന ആ വിഭാഗത്തിൽ പെടുകയില്ല. പൊതുജനം വേറെ, ബഹുജനം വേറെ, രണ്ടും രണ്ടാണ്. പൊതുജനം എന്ന് പറയുന്നത് നമ്മൾ ചോദിക്കുമ്പോൾ പിരിവ് ചോദിക്കുമ്പം കാശ് തരാനും പിന്നെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ വോട്ട് ചെയ്യാനും മാത്രമുള്ളവരാ. അവരോട് നമുക്ക് വേറെ ബാധ്യതയൊന്നുമില്ല. നമ്മളവിടെ നിന്ന് പൈസ പിരിക്കും, നിർബന്ധിച്ച് പിരിക്കും, ഭീഷണിപ്പെടുത്തി ചിലപ്പം പിരിച്ചെന്ന് വരും. പക്ഷെ അതിന്റെ കണക്കൊന്നും ചോദിക്കാൻ പൊതുജനം വരണ്ട, അവർക്ക് ആ കണക്ക് കൊടുക്കുകയുമില്ല. എന്തായാലും നമ്മുടെ രാകേഷ് വെറും രാഷ്ട്രീയക്കാരൻ മാത്രമല്ല എന്ന് മനസ്സിലായല്ലോ. അദ്ദേഹം ഒരു വ്യാകരണ വിദഗ്ധനാണ്. വാക്കുകൾക്ക് പുതിയ പുതിയ നിർവചനങ്ങൾ നൽകാൻ സമർത്ഥനായ ഒരാളാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഭാഷാശാസ്ത്രത്തിലും വ്യാകരണത്തിലുമൊക്കെ അദ്ദേഹം നടത്തുന്ന ഇത്തരത്തിലുള്ള ഇടപെടലുകൾ മാനിച്ച് അദ്ദേഹത്തിനെ വേണമെങ്കിൽ കണ്ണൂർ പാണിനി, കേരള പാണിനി എന്നൊക്കെ പറഞ്ഞ പോലെ കണ്ണൂർ പാണിനി എന്ന് വിളിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇതൊക്കെയാണെങ്കിലും രാകേഷ് നല്ല ബുദ്ധിയുണ്ട്. അദ്ദേഹം വളരെ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇതിന്റെ വരായികളെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ആളാണ്. ഇപ്പം എം.വി. ഗോവിന്ദൻ മാഷ് പറഞ്ഞ് നമ്മൾ കണക്ക് പൊതുജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുമെന്ന്. അതനുസരിച്ച് കണക്ക് വല്ലതും സാധാരണ ജനങ്ങളോട് പറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇപ്പൊ 96 ലക്ഷം കട്ട് തിന്നു എന്നാണ് കുഞ്ഞികൃഷ്ണൻ പറയുന്നത്. അപ്പൊ പിന്നെ ശരിയായ കണക്ക് വന്നാൽ അതിനും അപ്പുറത്തെ തട്ടിപ്പിന്റെ കഥകൾ പുറത്തു വന്നേക്കാം. അങ്ങനെ സംഭവിച്ചാലോ? ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു പുതിയ ഗവൺമെന്റ് വരുമ്പോ ഈ പിരിവ് നടത്തിയവരും തട്ടിച്ചവരും ഒക്കെ അകത്തായെന്നും വരാം.